ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി ഇൻട്രാഡേ സ്ട്രാറ്റജിയാണ്. ഗ്യാപ്പ് അപ്പ് റിജക്ഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു റിപ്പീറ്റഡ് പാറ്റേൺ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഈ ഒരു പാറ്റേണിൽ നമുക്കൊരു ട്രേഡ്, ഒരു പ്രോപ്പർ പൊസിഷൻ സൈസിങ് ചെയ്ത് ഒരു ട്രേഡ് ഒരു റൈറ്റ് ടൈമിൽ കിട്ടുവാണെങ്കിൽ ഒരു മാസത്തിൽ കിട്ടുന്ന പ്രോഫിറ്റ് നമുക്കൊരു സിംഗിൾ ഡേയിൽ നമുക്ക് കിട്ടും. അത് ഞാൻ ഗ്യാരണ്ടി തരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി എന്താണ്, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചാർട്ടിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഗ്യാപ്പ് അപ്പ് റിജക്ഷൻ സ്ട്രാറ്റജി. അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, മാർക്കറ്റ് ഷുഡ് ഓപ്പൺ ഗ്യാപ്പ് അപ്പ്. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, മാർക്കറ്റ് ഷുഡ് ഓപ്പൺ എബോവ് ദ PDH, അതായത് പ്രീവിയസ് ഡേ ഹൈൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്തിരിക്കണം. ഓക്കെ, ഇതാണ് രണ്ട് കണ്ടീഷൻസ് ഉള്ളത്. ഇനി ഇതിൻ്റെ ഒബ്സർവേഷൻ നോക്കുവാണെങ്കിൽ PDHൻ്റെ മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, സസ്റ്റെയിൻ ചെയ്യാൻ മീൻസ് ആ ഒരു ലെവലിൻ്റെ മുകളിൽ ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊരു ഗുഡ് സെല്ലിങ് നമുക്ക് കാണാൻ പറ്റും. വി മേ വിറ്റ്നസ് എ സിഗ്നിഫിക്കൻറ്റ് സെല്ലിങ്. ഓക്കെ, സോ ആ ഒരു സെല്ലിംഗ് പ്രഷർ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സെല്ലിംഗ് പ്രഷർ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ കണ്ടീഷൻസും ഒബ്സർവേഷൻസും. ഒബ്സർവേഷൻ നമുക്ക് കിട്ടി. ഇനി ഇത് ഒന്ന് ഒരു ഫിഗറിൽ ഞാൻ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് ഈ ഒരു രീതിയിലാണ് ചാർട്ടിൻ്റെ പാറ്റേൺ നടന്നെന്ന് വിചാരിക്കാം. അപ്പം നമുക്കറിയാം ഈ ഒരു ലെവൽ പ്രീവിയസ് ഡേ ഹൈ പോയിൻ്റ് ആണ് PDH. നോർമലി പ്രീവിയസ് ഡേ ഹൈ പോയിൻറ്റിനെ ഷോർട്ട് ഫോം ആയിട്ട് PDH എന്നാണ് എല്ലാവരും പറയുന്നത്, കോമൺ ആയിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിട്ട് ചെയ്യുക. ഓക്കെ, അതായത് പ്രീവിയസ് ഡേ ഹൈൻ്റെ മുകളിൽ, അതാണ് നമ്മുടെ കണ്ടീഷൻ, ഗ്യാപ്പ് അപ്പ് ആൻഡ് PDHൻ്റെ മുകളിൽ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുക. ആൻഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ആ ഒരു പ്രീവിയസ് ഡേ ഹൈൻ്റെ മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഹോൾഡ് ചെയ്യാൻ പറ്റാതെ തിരിച്ച് പ്രീവിയസ് ഡേ ഹൈൻ്റെ താഴോട്ട് വരുന്ന സമയത്ത് നമുക്കെന്താണ്, ഒരു ഗുഡ് സെല്ലിംഗ് പ്രഷർ അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് സെല്ലിംഗ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. അപ്പോൾ നമുക്ക് PDHൻ്റെ താഴെ നിന്ന് വരുന്ന സമയത്ത് നമുക്കൊരു സെല്ലിംഗ്, അതായത് ഓപ്ഷൻ ബയർ ആണെങ്കിൽ എന്താണ്, പുട്ട് ഓപ്ഷൻ നമുക്ക് ബൈ ചെയ്യാം. ഓപ്ഷൻ സെല്ലർ ആണെങ്കിൽ കോൾ ഓപ്ഷൻ റൈറ്റ് ചെയ്യാം, അല്ലേ. ഫ്യൂച്ചർ ട്രേഡിംഗ് ആണെങ്കിൽ ഷോർട്ട് ചെയ്യാം. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ എവിടെയാണ് ട്രേഡ് എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നുകിൽ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ നമുക്കൊരു ട്രേഡ് എടുക്കാം. ഓക്കെ, സോ ഞാനിവിടെ ജസ്റ്റ് ഒരു ഫിഗറിൽ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ലാസ്റ്റ് വീക്കിലുണ്ടായ ഒരു പ്രൈസ് ആക്ഷനാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ആ ഒരു കണ്ടീഷൻ പറഞ്ഞ പോലെ തന്നെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഡേ ഹൈൻ്റെ മുകളിലാണ്, ഇതാണ് പ്രീവിയസ് ഡേ ഹൈ. പ്രീവിയസ് ഡേ ഹൈൻ്റെ മുകളിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് അവിടെ നിന്ന് പ്രൈസ് ആക്ഷൻ നടന്നു. ദെൻ ആ ഒരു PDH ലെവൽ എന്താണ്, ഹോൾഡ് ചെയ്യാൻ നിഫ്റ്റിനെ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഹോൾഡ് ചെയ്യാൻ പറ്റാതെ ഒരു ബ്രേക്ക് ഡൗൺ, ഒരു സ്ട്രോങ് ബ്രേക്ക് ഡൗൺ അവിടെ നടന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു സ്ട്രോങ് സെല്ലിങ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ട്രേഡ് ഞാൻ പേഴ്സണലി എടുത്ത ഒരു ട്രേഡാണ്. ഞാനത് ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് എവിടെ നിന്നാണ് ട്രേഡ് എൻട്രി എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നുകിൽ നമുക്ക് ഈ ഒരു ബ്രേക്ക് ഡൗൺ നടന്ന സമയത്ത് തന്നെ ഒരു ട്രേഡ് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ആ ഒരു ബ്രേക്ക് ഡൗൺ നടന്ന സമയത്ത് തന്നെ, ആ ഒരു ബ്രേക്ക് ഡൗൺ ക്യാൻഡിൽ തന്നെ നമുക്കൊരു ട്രേഡ് കൺസിഡർ ചെയ്യാം. കാരണം എല്ലാവർക്കും ഒരേ സമയത്തെ ഒരേ രീതിയിലല്ല ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ കൺവിക്ഷനാണ് വരുന്നത്. അപ്പോൾ ചില ആൾക്കാർ ഇവിടുന്ന് തന്നെ എക്സ്പെക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് സെല്ല് ചെയ്യാം. ഇല്ലെങ്കിൽ നെക്സ്റ്റ് ബ്രേക്ക് ഡൗൺ നടന്ന് നെക്സ്റ്റ് ആ ഒരു പുൾ ബാക്കിൽ നമുക്കൊരു സെല്ലിംഗ് എൻട്രി എടുക്കാം. സെല്ലിംഗ് എൻട്രി മീൻസ് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം, കോൾ ഓപ്ഷൻ റൈറ്റ് ചെയ്യാം, ഫ്യൂച്ചർ ഷോർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ടാർഗറ്റ് നമുക്ക് നമ്മുടെ കൺവിക്ഷൻ അനുസരിച്ചിട്ട്, നമ്മളുടെ യുക്തിക്കനുസരിച്ചിട്ട് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. മിനിമം ഒരു റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്യുക. ആൻഡ് ഈ ഒരു സെറ്റപ്പിൽ വരുന്ന എല്ലാ ട്രേഡുകളും വളരെ വലിയ പ്രോഫിറ്റാണ് നമുക്ക് തരുന്നത്. ഓക്കെ, സോ വേറൊരു എക്സാമ്പിൾ നമുക്കിവിടെ നോക്കാം. നമ്മുടെ ആ ഒരു കണ്ടീഷൻസ് മീറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ, പ്രീവിയസ് ഡേ ഹൈൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. റൈറ്റ്, ഇതാണ് പ്രീവിയസ് ഡേ ഹൈ PDH ലെവൽ. ദെൻ മാർക്കറ്റ് ആ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ആ ഒരു ലെവലിൽ കുറച്ച് സമയം ട്രേഡ് നടന്നു. ഫൈനലി ആ ഒരു പ്രീവിയസ് ഡേ ഹൈയിലൊരു സപ്പോർട്ട് എടുത്തു. ദെൻ അവിടെ നമുക്ക് കാണാം ഒരു M പാറ്റേൺ അല്ലെങ്കിൽ ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞ് ഒരു ഗുഡ് സെല്ലിംഗ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സെല്ലിംഗ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ട്രേഡിൽ ഒരു റൈറ്റ് പൊസിഷൻ സൈസിങ്ങിൽ റൈറ്റ് ടൈമിൽ ഒരു എൻട്രി കിട്ടുവാണെങ്കിൽ നമുക്ക് ഹ്യൂജ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ നമുക്കൊരു പ്രൈസ് ആക്ഷൻ നോളജ് മീൻസ് പാറ്റേൺസ്, കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമുക്ക് കാണാം ഒരു സ്ട്രൈറ്റ് ആയിട്ട് ഒരു സെല്ലിംഗ് നടന്നു. ദെൻ ഒരു ഒരു M പാറ്റേൺ, ഒരു സ്ട്രോങ് സെല്ലിംഗ് നടന്നു, ഒരു സപ്പോർട്ട് എടുത്തു. ദെൻ ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ, അല്ലേ, അത് ബ്രേക്ക് ഡൗൺ ചെയ്ത സമയത്ത് ഒരു സ്ട്രോങ് സെല്ലിംഗ് നമുക്ക് കാണാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു പ്രൈസ് ആക്ഷൻ നോളജ് കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്
ട്രേഡുകൾ കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രേഡ് പ്രോഫിറ്റ് ആയാൽ തന്നെ നമുക്ക് ആ ഒരു മന്തിൽ കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ചുമ്മാ തള്ളുന്നതല്ല, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം നിഫ്റ്റിയിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ, ദെൻ പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ഡൗൺ ചെയ്തു. ഇവിടെ ഒരു സ്ട്രോങ് സെല്ലിങ് നമുക്കിവിടെ കാണാം. അപ്പം ഈ ഒരു സെല്ലിംഗ് എന്ന് പറഞ്ഞത് നമ്മൾ ചാർട്ടിൽ കാണുന്ന പോലെയല്ല, ഓപ്ഷൻ പ്രീമിയത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്പൈക്കുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ദെൻ അഗെയിൻ ഒരു എക്സാമ്പിൾ ഇവിടെയും നമുക്ക് കാണാൻ പറ്റും. ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു, പ്രീവിയസ് ഡേ ഹൈൻ്റെ മുകളിൽ, ഇവിടുത്താണ് പ്രീവിയസ് ഡേ ഹൈ പോയിൻ്റ്, പ്രീവിയസ് ഡേ ഹൈൻ്റെ മുകളിൽ ഒരു സ്ട്രോങ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്ത് പിന്നീട് ഒരു സ്ട്രോങ് സെല്ലിങ് നമുക്കവിടെ കാണാൻ പറ്റും. ദെൻ ഫൈനലി പ്രീവിയസ് ഡേ ഹൈൻ്റെ താഴെ വരുന്ന സമയത്ത് വീണ്ടും അഗെയിൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സെല്ലിംഗ് ആണ്. അപ്പോൾ ആ ഒരു ദിവസത്തെ പുട്ട് ഓപ്ഷൻ്റെ ചാർട്ട് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും, വളരെ സ്ട്രോങ് ആയിട്ടായിരിക്കും പുട്ട് ഓപ്ഷൻ സ്പൈക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻസ് അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ നമുക്ക് നിഫ്റ്റിയിൽ മാത്രമല്ല, നമുക്ക് ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, ഈവൻ സെൻസെക്സ്, ബാങ്ക് എക്സ്, ഈവൻ സ്റ്റോക്കുകളാണെങ്കിലും നല്ല രീതിയിൽ തന്നെ റിപ്പീറ്റായിട്ട് വരുന്നൊരു പാറ്റേൺ ആണ്. ഓക്കെ, ഇവിടെ ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ പിന്നെ ടൈം ഫ്രെയിമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, അപ്പോൾ ടൈം ഫ്രെയിം നമുക്ക് 5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷൻസ് അവിടെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ, ദെൻ PDHൻ്റെ മുകളിൽ, ഇതാണ് PDHൻ്റെ ലെവല്, ഇതാണ് PDHൻ്റെ ലെവൽ. PDHൻ്റെ മുകളിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഫൈനലി ഒരു സ്ട്രോങ് സെല്ലിംഗ് കാണാം. PDHൻ്റെ ലെവലിൻ്റെ താഴെ വരുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സെല്ലിംഗ് നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ലോജിക് കൂടി നമുക്ക് പറയുവാണെങ്കിൽ, ഇപ്പം ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബയേഴ്സ്, ഓൾഡ് ബയേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർ ഓൾഡ് ബയേഴ്സ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും അല്ലേ, ആ ഒരു ലെവലിൻ്റെ താഴെ വരുന്ന സമയത്ത്. അപ്പോൾ ഒരു സ്ട്രോങ് സെല്ലിംഗ് നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സൈക്കോളജിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരുവാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു പാറ്റേൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, സോ നിങ്ങളൊരു ലാസ്റ്റ് 3 വർഷത്തെ, ലാസ്റ്റ് 3 ഇയറിൻ്റെ ചാർട്ടുകൾ എടുക്കുക. ഈ ഒരു കണ്ടീഷൻസ് വരുന്ന ചാർട്ടുകൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു പ്രിൻ്റ് ഔട്ട് ചെയ്താലും ഓക്കെയാണ്. എന്നിട്ട് അത് നിങ്ങൾ അനലൈസ് ചെയ്യുക, എങ്ങനെയാണ് അവിടെ നടക്കുന്ന പ്രൈസ് ആക്ഷൻ കാര്യങ്ങളൊക്കെ, ഏതൊക്കെ രീതിയിൽ മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ഹൈ അക്യുറസി എന്നല്ല, നമുക്കൊരു വിന്നിങ് ട്രേഡ് കിട്ടുവാണെങ്കിൽ ആ ഒരു മന്ത് അല്ലെങ്കിൽ വളരെ വലിയ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് കൂടിയാണ്. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ഓൾസോ ലൈവ് മാർക്കറ്റ് സപ്പോർട്ടുകൾ വേണ്ടിയിട്ട് ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.